അതിലോട്ട് പോവും, സ്വാഭാവികം. ഏത് വോയിസ് ആണെങ്കിലും ഓക്കെ. നമ്മൾ ഒരു ഡിപ്രസ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ആ ആള് എനിക്ക് ഉള്ളത് പറയാനുള്ള സ്റ്റേഷനിൽ നിന്ന് അവളെ ഉമ്മാന്റെ ഉമ്മല്ല അവളെ ഉപ്പാന്റെയും പോലീസുകാരും മുൻപ് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞത് എനിക്ക് ഇവളോട് യാതൊരു തരത്തിൽ ഫീലിങ്സ് ഇല്ല, എന്നെ ഇങ്ങോട്ട് വോയിസ് ചെയ്യിപ്പിക്കലാണെന്ന് അവളെ ഉപ്പാന്റെ മുഖത്ത് നോക്കി ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറയും, എന്നെ പൊന്നു സാറേ എന്റെ ബാഗും സാധനം എടുത്തിട്ട് എന്നെ ഒന്ന് വിടാൻ പറയുന്നതാണ്. കാരണം എനിക്ക് നമ്മൾ ഈ ഒരു ജയിലിൽ ഇട്ടാണ്ട് എന്തൊട്ട് പറയാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയണേ. എന്റെ അടുത്ത് വീഡിയോ സഹിതമുണ്ട്. പിന്നെ നിങ്ങളൊക്കെ വിചാരം നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എങ്ങനെ അറിയോ? നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാം. അതായത് നിങ്ങളെ പിക്ക് വെച്ചിട്ട് വേറെ വാട്സപ്പിൽ നിങ്ങളെ പിക്ക് വെക്കുക, ഒരു ബിസിനസ് വാട്സപ്പിൽ ഒരു പിക്ക് നിങ്ങൾ ഇതിലും വെക്കുക, നിങ്ങൾ നോർമൽ വാട്സപ്പിൽ, എന്നിട്ട് അങ്ങോട്ടും കൂടി ചാറ്റ് ചെയ്യാം. നമുക്ക് നൂഡായിട്ടും എന്ത് വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം. ഞാൻ ചാറ്റ് ചെയ്ത പേഴ്സൺ ആണ്. അത് ഞാൻ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ചാറ്റ് ചെയ്തതിന് അംഗീകരിക്കണം. ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരാളടുത്ത് ഫീലിങ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവര് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൾക്ക് വിട്ടുകൊടുക്കും. നമ്മളായിട്ട് അത്രയും അടിപൊളിയായിട്ട് ചാറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ വിട്ടുകൊടുക്കുന്ന അവരെ പേരാണ് പക്കാ ഊമ്പത്തരാണ് അവർ. എന്തോ ആയിക്കോട്ടെ, നമ്മളടുത്ത് ഇങ്ങോട്ട് ആരും സെക്ഷൽ മൈൻഡിൽ നിൽക്കാത്ത പക്ഷം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരെടുത്തും ഉണ്ടാക്കാറില്ല. ഓക്കെ, എനിക്കിത് ഈ ടൈമിൽ പറയണമെന്നുണ്ടായിട്ടല്ല. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിടന്നിട്ട് ഇങ്ങനെ ഉറക്കം കിട്ടണില്ല. എന്താ ചെയ്യാം? ഈ ഫസിയുടെ ഓരോ വീഡിയോസും വെല്ലുവിളിക്കണേ. അവൾക്ക് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷിബിൽ ആരാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനെ അറിയിച്ചു കൊടുക്കും ചെയ്യാൻ എന്തായാലും വീഡിയോ ചെയ്യും. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്തതിലും വേണ്ടില്ല, ഒന്നും ചെയ്തതിലും കുഴപ്പമില്ല. സത്യാവസ്ഥ അറിഞ്ഞാൽ മതി. എനിക്ക് അവളെ മാതിരി യൂട്യൂബിൽ റീച്ചും വേണ്ട, ഒന്നും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, എനിക്ക് അക്കൗണ്ടേ വേണമെന്നില്ല. എനിക്ക് അവൾക്ക് ഞാൻ അത്രക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ അത്രക്ക് ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്റെ കൂടെ ജീവിക്കണം. എന്നിട്ട് ഡിവോഴ്സിന്റെ പേപ്പറിൽ സൈൻ ചെയ്യും. ഡിവോഴ്സ് ചെയ്യാൻ ഞങ്ങൾ ലീഗലായിട്ട് മാരേജ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങള് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് പള്ളി കമ്മിറ്റി എന്ന് ഒരു സംഭവം വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ഏത് നിമിഷമാണെങ്കിലും ഏത് ടാബ്ലറ്റ് ടുമോറോ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കാം, നോ പ്രോബ്ലം. ബിക്കോസ് എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു പേഴ്സണിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് അറിയിക്കുന്നതല്ല. പിന്നെ എന്നെ അങ്ങനെ എന്താ പറയാ, ഞാന് എന്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ നിക്കാഹ് കഴിച്ചു പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. എന്താ പറയാ, ഈ ഫസ്മിന സാക്കിർ എന്ന വ്യക്തിയുടെ ഇനി അവൾ വീഡിയോ ഇട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരാം. ഇനി ഫസ്മിന എന്ന പേഴ്സൺ ഇനി വീഡിയോ ഇട്ടിട്ട് ഞാനൊരു ഓൾ എന്തായാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫുള്ള് തെളിവ് സഹിതം ഞാൻ വീഡിയോ ഇടും. വീഡിയോ ഇട്ട് സമൂഹത്തിനെല്ലാം മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തി അന്ന് അതായത് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയ എല്ലാത്തിനും വിട പറയും. അത് എന്തായാലും ലല്ലു സ്വന്തമായിട്ട് ന്യായീകരിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഞാൻ അവളെ കല്യാണം കഴിച്ചത് തന്നെ അവളൊക്കെ ഫോഴ്സ് ചെയ്തിട്ടാണ്, അല്ലാതെ എനിക്ക് ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചാറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പാണ്, അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒഫീഷ്യലി അവർ കല്യാണം കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് നിക്കാഹ് പോലെ നടത്തിയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഫസ്മിനെ ഇനി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്മിനയ്ക്കെതിരായിട്ടുള്ള തെളിവ് എല്ലാം കാര്യം ഇട്ടുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന് ലല്ലു പറയുന്നുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി ഇതുവരെ ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല. എന്തായാലും ലല്ലുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെയാണ് ഏകദേശം മനസ്സിലാവുന്നത്. കാരണം കുറേയധികം പെൺകുട്ടികൾ ഈ ഒരു ഫസ്മിനയ്ക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവാൻ പറ്റുന്നുണ്ട് ലല്ലു ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഇനിയിപ്പോൾ എത്ര ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാ തെളിവും കാര്യങ്ങളൊക്കെ ഫസ്മിന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഇനി ഫസ്മിനയ്ക്കെതിരെ വീഡിയോ ഇടുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല. ഇനി എന്താണ് ഫസ്മിനയ്ക്കെതിരെ പറയാനുള്ളതെന്ന് വീഡിയോ ഇട്ടാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ.